മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ധാരാളം ആളുകളുണ്ട്. ചെറുപ്പക്കാരനല്ലേ മരിച്ചത്, ധാരാളം ആളുകളുണ്ട്. ആ പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി സാധുവായ ഞാനും പോയി. അവിടെ ഒരു അഹ്സനി ഉസ്താദാണ് ഇമാമ് ഖത്തീബ്. പള്ളി നിറയെ ആളുണ്ട്. മുറ്റത്തൊക്കെ ആളുകൾ കൊടുത്തിട്ട് ഇങ്ങനെ കയറുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഉസ്താദ് എന്നോട്, അഹ്സനി ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ വന്നല്ലേ, നിങ്ങൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങളൊരു നസീഹത്ത് നടത്തുമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ മയ്യത്തിന്റെ മുമ്പ് എന്താണ് നസീഹത്ത് നടത്തേണ്ടത്? എന്നാലും ഉസ്താദ് വന്ന സ്ഥിതിക്കൊന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പറഞ്ഞാൽ മതി. അല്ല ഉസ്താദ് പറഞ്ഞാല് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടെ. പിന്നെ നസീഹത്ത് ഫലമുള്ള സമയത്തും ഫലിക്കുന്ന സമയത്തും പറയലല്ലേ കൂടുതൽ നല്ലത്. ഞാൻ ആ മൈക്ക് വാങ്ങിയിട്ട് മയ്യത്തിന്റെ മുമ്പിൽ കുറെ വാളു പറയേണ്ട സമയമല്ല, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളുകളൊക്കെ റെഡിയാകുന്ന സമയത്തുള്ള ആ ചെറിയ സമയം ആരെങ്കിലും കൽബില് വല്ല നന്മയെങ്കിലും കയറിയെങ്കിൽ അത് വലിയ ഖൈറല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ വലതുഭാഗത്ത് പള്ളിയുടെ ഇടതുഭാഗത്തെ ചുമര് നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ പള്ളിയുടെ നിസ്കാരത്തിന്റെ സമയത്തിന്റെ ടൈം ടേബിൾ ഉള്ള നല്ല ഒരു ഡിജിറ്റൽ ബോർഡ് ഉണ്ട്. നമ്മുടെ പള്ളിയിലും ചിലപ്പോൾ ഉണ്ടാകും, എല്ലാ പള്ളിയിലും ഉണ്ട് നിസ്കാരത്തിന്റെ സമയം. അതിന്റെ ഡിജിറ്റൽ ബോർഡ് ഉണ്ട്, ആ പള്ളിയിലുണ്ട്. അപ്പൊ സുബഹിയുടെ സമയം 5 മണിയായിരുന്നു, 5:20 നിസ്കാരം. 2-3 മാസമായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ സുബഹിയുടെ ബാങ്കിന്റെ സമയം 5 മണി, ഇഖാമത്തിന്റെ സമയം 5:20. പക്ഷെ നിസ്കാരത്തിന്റെ സമയം എഴുതിയിട്ടില്ല. ബാങ്കിന്റെ സമയമുണ്ട്, ഇഖാമത്തിന്റെ സമയമുണ്ട്. ഇമാമ കൈകെട്ടുന്നതിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നിസ്കാരത്തിന്റെ സമയം അവിടെ എഴുതിയിട്ടില്ല. ഒരു പള്ളിയിലെ ഒരു ബോർഡിലും എഴുതി വെക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഈ സദസ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കിടത്തം വരാനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പള്ളിയിൽ കൊണ്ടുവച്ച ഖതീബ് ഉസ്താദിന്റെയോ ഏതെങ്കിലും ഉസ്താദിന്റെയും ചെറിയ നസീഹത്തും വരാൻ സാധ്യതയുണ്ട്. അതെപ്പോഴാണെന്നേ അറിയേണ്ടതുള്ളൂ. സുഹൃത്തുക്കളെ, ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി ഉസ്താദുണ്ട്, ഇഖാമത്ത് വിളിക്കാനും അതേ ഉസ്താദിന് ഡ്യൂട്ടിയുണ്ട്. നിങ്ങള് ബാങ്ക് കൊടുക്കണ ഉസ്താദ് എപ്പോഴാ ബാങ്ക് കൊടുക്കുക? വുളുവെല്ലാം ചെയ്ത് നല്ല ഡ്രസ്സെല്ലാം ധരിച്ച് അത്രയെല്ലാം പൂശണമൊക്കെ പൂശി നല്ല സന്തോഷത്തിൽ തലക്കെട്ടെല്ലാം കെട്ടിയിട്ടാണ് ബാങ്ക് വിളിക്കുക. അതാണ് അദബ്. തലക്കെട്ടിട്ടാണ്ട് ബാങ്ക് കൊടുത്താലും ബാങ്കാവും. വുളു എടുക്കാതെ ബാങ്ക് കൊടുത്താലും ബാങ്കിന് കുഴപ്പമൊന്നുമില്ല. അദബ് അങ്ങനെയാണല്ലോ. എല്ലാറ്റിനും അദബ് മുന്തണം. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും സമയം വെച്ചത്? ബാങ്ക് കേട്ടിട്ട് ആളുകൾ പള്ളിയിലേക്ക് വരാനും, ചിലപ്പോൾ ഉസ്താദ് തന്നെ വേഗം ഉറങ്ങി എണീച്ച് പെട്ടെന്നാണ് ബാങ്കിന്റെ സമയമായി ബാങ്ക് കൊടുത്തു, പിന്നെയാണ് ചിലപ്പം ബ്രഷ് ചെയ്യാനും ഒന്നു കൊടുക്കാനൊക്കെ പുറത്തേക്ക് പോകും. അതിനും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാലോ. അതിനാണ് ഒരു 10-20 മിനിറ്റ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കാനൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെയും ചിലപ്പോൾ പള്ളിയിലേക്ക് ബാങ്കിന്റെ സമയത്ത് വേഗം ഓടി വന്നിട്ട് വേറെന്തെങ്കിലും പണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇടയിൽ അല്ലെങ്കിൽ യോഗം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ബാങ്ക് വിളിച്ചിട്ട് പിന്നെ വുളു എടുക്കാൻ പോകുന്നതും കാണാറുണ്ട്. എന്നാ നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് ബാങ്കും വിളിച്ചു, ഇഖാമത്ത് കൊടുത്തിട്ട് മൂപ്പര് ബ്രഷ് ചെയ്യാൻ പോവാണ്. എല്ലാരും നിസ്കരിക്കാൻ നിൽക്കും, മൂപ്പര് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയാൽ ഇയാള് പിന്നെ കുറെ കാലം പള്ളിയിൽ ഉണ്ടാവില്ല. 2-3 തവണ ആവർത്തിച്ചാൽ പിന്നെ വേറെ ഉസ്താദിനെ കിട്ടിയില്ലെങ്കിൽ സാറില്ല, അയാൾ വേണ്ടാന്ന് തീരുമാനിക്കും. കാരണം ഇഖാമത്ത് കൊടുത്താൽ പിന്നെ ബ്രഷ് ചെയ്യലില്ല, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ തലയെ കെട്ടലില്ല, ഇഖാമത്ത് കെട്ടായ പിന്നെ ഡ്രസ് ഇസ്തിരി ഇടലില്ല, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ കുളിക്കാൻ പോകലില്ല, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ ചായ കുടിക്കലില്ല. ഇഖാമത്ത് കൊടുത്താൽ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് കടക്കലാണ്. അതിന്റെ ഇടയിൽ പിന്നെ സമയമില്ല. ഞാൻ ആ സദസ്സിനോട് മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇദ്ദേഹം ജനിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ കാതിൽ ബാങ്ക് വിളിച്ചിരുന്നു, ഹയ്യാല സ്വലാ ഫലാൽ എന്ന് പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ കാതിൽ ഇഖാമത്തും കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഫർദ് നിസ്കാരത്തിനൊക്കെ നമ്മളെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. സുന്നത്ത് നിസ്കാരം ജമാഅത്താണെങ്കിൽ അസ്സലാത്തു ജാമിഅ
ഇനി ഇതാ തറാവീഹ് നിസ്കാരത്തിനൊക്കെ നമ്മളത് കേൾക്കാനുണ്ട്. ജമാഅത്തുള്ള സുന്നത്ത് നിസ്കാരത്തിനൊക്കെ അങ്ങനെ ബാങ്ക് വിളിക്കാറുണ്ട്. ഫർളി കിഫയായ ഈ നിസ്കാരത്തിന് ബാങ്ക് ഇഖാമത്തൊന്നും കൊടുക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഇദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ കാതിലത് കൊടുത്തുപോയത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു സമയമുണ്ട്. ബാങ്ക് വലത്തേക്കാതിൽ പണ്ട് കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുക്കാതിരുന്നെങ്കിൽ ഒരൽപ്പെങ്കിലും സമയം ഇഖാമത്തിന്റെ ഇടയിലുള്ളത് ആയുസുണ്ട് എന്ന് പറയാമായിരുന്നു. ഇല്ല, ബാങ്ക് കൊടുത്ത ഉടനെ ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുത്തുപോയ സ്ഥിതിക്ക് ഇനി ഇമാമ് കൈകെട്ടുന്നതിന്റെ ഇടയിലുള്ള ചെറിയ സമയമല്ലാതെ ഒരു മനുഷ്യന്റെ മുമ്പിലും ആയുസ് കൂടുതൽ ബാക്കിയില്ല. ആ സമയത്തിനാണ് തങ്ങൾ പറഞ്ഞത് ഏത് സമയോ? ഈ ഇഖാമത്തിന്റെയും ഇമാമത്തിന്റെ ഇടയിലുള്ള സമയം. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അതല്ലാതെ വേറെ സമയമില്ല. ഇത്ര നിസാരനാണ് മനുഷ്യൻ, ഇത്ര പെട്ടെന്ന് തീർന്നു പോകുന്നവനാണ് മനുഷ്യൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണ്. മഹാനവറുകൾ പറയാണ്, ഒരാൾ 60 വയസ്സ് വരെ ജീവിക്കുന്നുവെങ്കിൽ 30 വയസ്സ് 30 കൊല്ലം ഇരുണ്ട് പോകുന്നതാണ്, രാത്രിയായിട്ട് തീർന്നു പോകുന്നതാണ്. പകുതിയായ 30ന്റെ പകുതി 15 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തും എടുത്തും നോക്കിയിട്ട് നമ്മുടെ ചെറിയ മക്കൾ ഇങ്ങനെ റോട്ടിൽ നിന്ന് കളിക്കണ കാണുന്നില്ലേ? വാള് പറയുമ്പോ അവരവരുടെ ലോകത്ത് കളിക്കുകയാണ്. സ്വബിയുൻ വലവുക്കാൻ നബിയൻ, അങ്ങനെ ഒരു വാക്കുണ്ട് അറബിയില്. നബിയാണെങ്കിൽ പോലും കുട്ടികൾ കുട്ടിത്തം കാണിക്കും. അപ്പൊ ഈ 15 വയസ്സിന്റെ ഇടയിലുള്ള ഒരു പ്രായല്, ഒരു പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പ്രായം, നമ്മളെ മക്കളെല്ലാം അല്ലാഹു നന്നാക്കി തരട്ടെ. ആ കുട്ടികളുടെ ഒരു കുട്ടിത്തമുള്ള പ്രായം അതങ്ങനെ കഴിഞ്ഞു പോകും. പകുതിയുടെ 1/3 10 കൊല്ലമാണ് നിനക്കാകെ ജീവിക്കാനുള്ളത്, അനുഭവിക്കാനുള്ളത്, ആസ്വദിക്കാനുള്ളത്. 60 കൊല്ലം വരെ ജീവിക്കുന്ന നിനക്ക് ആകെ കിട്ടുന്നത് ശരിക്കൊരു 10 കൊല്ലമാണ്. ആ 10 കൊല്ലത്തിന്റെ ഇടയിലാണ് ഗൾഫ് പോകേണ്ടത്, അതിന്റെ ഇടയിലാണ് കച്ചവടം തുടങ്ങേണ്ടത്, അതിന്റെ ഇടയിലാണ് വാഹനം, അതിന്റെ ഇടയിലാണ് കല്യാണം, അതിന്റെ ഇടയിലാണ് വീട്, അതിന്റെ ഇടയിലാണ് മക്കളെ കെട്ടിക്കേണ്ടത്, അതിന്റെ ഇടയിലാണ് യാത്രകൾ പലതും പലതും. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മുഴുവനും ഈ 10 കൊല്ലത്തിന്റെ ഇടയിലാണ്. അങ്ങനെ 55 കൊല്ലം അങ്ങ് കഴിഞ്ഞാൽ നല്ല കറുത്ത മുടിയായിരുന്നു, ഇപ്പൊ അതെല്ലാം വെളുത്തുപോയി. ഞാൻ ചള്ളങ്കയത്തിൽ അതിനാദ്യം വരുമ്പോ എന്റെ മുടി താടിന്ന് ഇത്ര നരച്ചിട്ടില്ല. മുനിയാതിപ്പാരോ നമ്മളെല്ലാം ഗ്രൂപ്പിൽ ഇങ്ങനെ എന്റെ പ്രസംഗം ഇങ്ങനെ ഇട്ടോക്കുമ്പോൾ കുറച്ച് കൊല്ലത്തെ 4-5 കൊല്ലം മുമ്പത്തെ പ്രസംഗം ഇങ്ങനെ കേട്ടോക്കുമ്പോൾ ആരോ എനിക്ക് അയച്ചെന്ന് പ്രസംഗം നോക്കുമ്പോൾ നല്ല ചെറുപ്പക്കാരനായ മിസ്ബാഹിന്റെ വേളാണ്. താടിയൊന്നും നരച്ചിട്ടില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ താടി നല്ല മെല്ലെ 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 നരക്കാൻ തുടങ്ങി. രോഗമാണ്, മുട്ടിന് വേദനയാണ്, എല്ലിന് തേയ്മാനമാണ്, കണ്ണിന്റെ കാഴ്ച മങ്ങുകയാണ്, കേൾവി കുറയുകയാണ്, ഓർമ്മശക്തിക്ക് മങ്ങലേൽക്കുകയാണ്, സ്കിന്നുകൾക്ക് ചുളിവ് ബാധിക്കുകയാണ്, കവിള് ഒട്ടിപ്പോവുകയാണ്, കണ്ണ് കുഴിയിലിറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യം കാണുന്ന ആ ഇമ്പോന്നിപ്പൊ കാണാനില്ല, ആദ്യം കാണുന്ന ആ വലിയ സ്റ്റൈലൊന്നും ഇപ്പൊ കാണാനില്ല. എല്ലാ ദിവസവും രാവിലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, രാവിലെ എല്ലാ ദിവസവും ക്ലീൻ ഷേവ് ചെയ്തവനാണ്. ഇപ്പം ക്ലീൻ ഷേവ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, തിളക്കമൊന്നും കാണാനില്ല, മേക്കപ്പ് ഇട്ടാലും റെഡിയാകുന്നില്ല. പല്ലെല്ലാം മെല്ലെ മെല്ലെ വായിന്നങ്ങ് പോകാൻ തുടങ്ങി.
ഡോക്ടറോട് ചോദിക്കാണ് പല്ലൊന്ന് വെച്ചാൽ എന്താണ്? ഡോക്ടർ പറയുന്നത് പല്ലിന് അടുത്ത പല്ലും പോകാൻ നീ ഒന്ന് മാത്രം വെച്ചിട്ട് എന്താ വേണ്ടത് എന്ന്. മുമ്പ് ചിരിക്കുമ്പോൾ വലിയ അത്ഭുതവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചിരിക്കുമ്പോ നമ്മക്കനൊരു ബോറ് തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, മുൻപ് സംസാരിക്കുമ്പോൾ നല്ല സ്ഫുടമായ വാക്കുകളായിരുന്നു. നന്നായി ഖുർആൻ ഓതുന്നവനാണെങ്കിൽ ഈണത്തിൽ ഓതിയവനാണ്, പാട്ടുപാടിയവനാണെങ്കിൽ നന്നായി പാട്ടുപാടിയവനാണ്, പ്രസംഗിച്ചവനാണെങ്കിൽ നന്നായി പ്രസംഗിച്ചവനാണ്. എത്ര ആളുകളോടാണ് വാചക കസർത്ത് നടത്തി പിടിച്ചിരുത്തി കളഞ്ഞത്. ഇപ്പോൾ മുൻപിന്ന് 2 പല്ല് 2 സൈഡിൽ നിന്ന് പോയപ്പോൾ ചില അക്ഷരങ്ങൾ പറയുമ്പോൾ മക്കള് ചിരിക്കുകയാണ്. ഉപ്പ ചില വാക്കുകൾ പറയുമ്പോൾ പൊന്നു മക്കള് ചിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു വബഖില്ലും റിയസ്ഖാമും വശൈബുൻ വഹമ്മും ബിർതിഹാലിൻ വൻതിഖാലി. ഗൾഫിൽ നിന്ന് വന്നയാൾക്ക് എന്തൊരാവേശമായിരുന്നു. എല്ലാ പരിപാടിക്കും 1 മാസം 2 മാസത്തെ ലീവിന് വന്നതാണ്. എല്ലാ കല്യാണത്തിനും റാഹത്ത് കൂടി, എല്ലാ പരിപാടിക്കും റാഹത്തായി. എല്ലാം കഴിഞ്ഞ് 2 മാസത്തെ ലീവാണ്, അടിച്ചു പൊളിച്ചതാണ്. 1.5 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 40-50 ദിവസം അങ്ങ് കഴിഞ്ഞപ്പോൾ 2 മാസം 60 ദിവസമാണ് ആകെ ഇവന് ആയുസ്സുണ്ടായത്. നാട്ടിൽ ഇവന് മടക്ക ടിക്കറ്റിന് സമയമുണ്ടായത്. ഒരു 10-50 ദിവസം അങ്ങ് കഴിഞ്ഞു. ഒരു 55 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് പിന്നെ ചിരിക്കുമ്പോൾ പണ്ടത്തെ ഒരു റാഹത്ത് കിട്ടുന്നില്ല. ചോദിക്കുന്ന നിനക്ക് എന്തേ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല ഉസ്താദേ, ഗൾഫിലേക്ക് മടങ്ങി പോകണ്ടെന്നാണ് മനസ്സ് പറയുന്നത്. പക്ഷെ ഇവിടെ നിൽക്കാൻ വയ്യില്ലല്ലോ, കുടുംബത്തെ പോറ്റണ്ടേ. തിരിച്ചു പോകുമ്പോഴുള്ള ടെൻഷൻ വളരെ വലുതാണ്. ഇനി ഒരു കൊല്ലം 2 കൊല്ലം അവിടെ പോയി നിൽക്കണത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഭാര്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരികയാണ്. ചെറിയ മക്കളുടെ മുഖം കാണുമ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോ എങ്ങനെയും കൽബ് പറിച്ചിട്ട് പോകാൻ തോന്നുന്നില്ല. വിസ ക്യാൻസലാക്കിയാലോ എന്ന് പോലും രാത്രി ഇങ്ങനെ ആലോചിക്കുകയാണ്. ടിക്കറ്റ് എടുക്കണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. വഹമ്മും ബിർതിഹാലിൻ വൻതിഖാലി. തിരിച്ചു പോകേണ്ട ടിക്കറ്റിന് ഒരുക്കുന്ന സമയമാണ്. 55 കൊല്ലം കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്, ദുബായിലേക്ക് മടങ്ങിപ്പോന്നോന്റെ കഥയല്ല ഞാൻ പറഞ്ഞത്, ഉദാഹരണിച്ചതാണ്. ആഖിറത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരുക്കമാണ്. ഇത് പറഞ്ഞിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കാൻ ഇങ്ങനെ തീരുമാനിച്ചാൽ ഫഹബ്ബുൽ മർഇ തൂലുൽ ഉംരി ജഹ്ലുൻ ഫഖിസ്മതുഹു അലാ ഹാദൽ മിസാലി. ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ, ഇങ്ങനെ ഓഹരി വെച്ച് ആയുസിനാളെന്ന് നോക്കുമ്പോ, ഒരാള് കുറെ കാലം ഇവിടെ ജീവിക്കണമെന്ന് കരുതുന്നവന്റെ വിഡ്ഢിത്തമാണ്. ഫഖിസ്മതുഹു അലാ ഹാദൽ മിസാലി. എങ്ങനെ ഓഹരി വെച്ചാൽ ഇങ്ങനെ കിട്ടുള്ളൂ. സഹോദരങ്ങളെ, മനുഷ്യന്റെ ആയുസ് ഒന്ന് ചുരുക്കി നോക്കിയാൽ, ഒന്ന് വിശദീകരിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് മനുഷ്യന്റെ മുമ്പിലുള്ള ആയുസ്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നൽകട്ടെ. നൽകപ്പെട്ട ആയുസിലും സമയത്തിലും അല്ലാഹു തആല ബറക്കത്തും നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ ആയുസ്, ഈ യാത്രയില്, ഈ തുറന്നു പോകുന്ന ആയുസില് ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യഗ്തനിൻ ഖംസൻ ഖബ്ല ഖംസ്. 5 ഘട്ടങ്ങൾ ദുരന്തമാണ്, പ്രയാസമാണ്, വിഷമുള്ളതാണ്, സങ്കടം നൽകുന്നതാണ്. 5 ഘട്ടങ്ങൾ സന്തോഷമുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല, ഹദീസിന്റെ അർത്ഥം അങ്ങനെയല്ല. 5 ഘട്ടങ്ങൾക്ക് മുന്നേ 5 ഘട്ടങ്ങളെ സൂക്ഷിക്കണോ? ഈ വരുന്ന ആദ്യത്തെ 5 ഘട്ടങ്ങൾ സങ്കടമുള്ളതാണ്, അല്ല സന്തോഷമുള്ളതാണ്, വിഷമം ഇല്ലാത്തതാണ്, വലിയ റാഹത്തുള്ളതാണ്. ശേഷം വരാനുള്ള 5 ഘട്ടങ്ങളോ ജീവിതത്തിൽ ദുരന്തം നൽകുന്നതാണ്, സങ്കടം നൽകുന്നതാണ്, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആ പ്രയാസമുണ്ടാകുന്ന 5 ഘട്ടങ്ങൾ വരുന്നതിന് മുൻപ് നിനക്ക് സന്തോഷമുള്ള 5 ഘട്ടങ്ങളെ ആഖിറത്തിന്റെ നന്മക്ക് വേണ്ടി
നിന്റെ ജീവിതത്തിന്റെ ശരിയായ മടങ്ങിപ്പോക്കിന് വേണ്ടി നീ ദുനിയാവിൽ ഉപയോഗപ്പെടുത്തണേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്നായി ഉപയോഗപ്പെടുത്തണം. ഏറ്റവും അവ്വലിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് കുറയരുത്. അല്ലാഹു ശഅബാൻ മാസം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ശബാബക ഖബല ഹറമിക്. ഒന്ന് യൗവനമാണ്, സന്തോഷമുള്ള സമയം യൗവനമാണ്. ആ നല്ല പളപളപ്പിന്റെ സമയം, ചൂടിന്റെ രക്തത്തിളപ്പിന്റെ സമയം, അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ യുവാക്കൾക്ക് അല്ലാഹു സന്തോഷം നൽകട്ടെ. ശേഷം വരുന്നത് വാർദ്ധക്യമാണ്. ഉപ്പ രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മളെ മക്കളെ നല്ല സൗണ്ട് കുറച്ചാ നല്ലതായി. മക്കളെ ഇങ്ങോട്ടോക്ക് എന്നേ പറഞ്ഞത്. ഈ സൗണ്ട് അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പറയണാക്കൊരു മട്ടം കിട്ടൂല. അതുകൊണ്ടാ നമ്മളെ മക്കളെയൊക്കെ അല്ലാഹു നന്നാക്കട്ടെ. പ്രായമെന്ന് പറയുന്നത് ഉപ്പ ഭക്ഷണം കഴിക്കുന്നില്ല രാത്രി. എന്താ കാരണം എന്നറിയോ? ഉപ്പാക്ക് ഭക്ഷണത്തിന് പകരം ഗുളികയാ. 33 ഗുളിക കഴിക്കുന്നുണ്ടെന്നുണ്ട് ഒരാൾ എന്നോട്. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഹാർട്ടിൻ്റെതും പ്രഷറിൻ്റെതും ഷുഗറിൻ്റെതും 33 ഗുളിക. സുബ്ഹാനല്ലാഹ്, 33 ഗുളിക. ഒരു കൈ നിറച്ചുകൊണ്ടെന്നു ഭക്ഷണം ഒന്നും വേറെ വേണ്ട. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. രോഗം വരാതെ അല്ലാഹു നിത്യരോഗികളാക്കി അല്ലാഹു നമ്മളെ മാറ്റാതിരിക്കട്ടെ. ഉപ്പക്ക് മകൻ കൊടുത്തയച്ച നല്ല മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോണിൽ അലാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്കുപ്പാക്കും മക്കള് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഉപ്പാന്റെ ഫോണിങ്ങനെ അലാറം 5:30 സുബഹി. 5 മണിക്ക് തന്നെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പയും ഉമ്മയും അലാറം സെറ്റാക്കിയിട്ടുണ്ട്. 5 മണിക്ക് ഇങ്ങനെ അലാറം അടിക്കുന്നുണ്ട്. ഉപ്പാക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. രാത്രി കഴിച്ചിരിക്കുന്ന ഗുളികയുടെ പവർ ഞരമ്പുകൾ മുഴുവനും തളർന്നുപോയി. പേശികൾക്കൊന്നും പണ്ടത്തെ ഉഷാറ് കിട്ടണില്ല. തലച്ചോറിനൊന്നും പണ്ടത്തെ പവർ കിട്ടണില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു യഖ്ലത്തുണ്ടാകുന്നില്ല. അലാറിങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് എഴുന്നേറ്റിട്ട് അലാർ ഓഫാക്കാൻ വേണ്ടി ഗുളികയുടെ ക്ഷീണം സമ്മതിക്കുന്നില്ല. പ്രായമുള്ള ബാപ്പക്ക് അലാറം വെച്ചാലും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്നാലും 2-3 തവണ അടിച്ചപ്പോൾ ആ ബാപ്പ എഴുന്നേറ്റു. 5:15 എഴുന്നേറ്റു. മെല്ലെ എഴുന്നേറ്റിട്ട് ഒരു 2 മിനിറ്റ് അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് ആ തല കറങ്ങിപ്പോകും. ചുമര് പിടിച്ച് മെല്ലെ ബാത്റൂമിലേക്ക് പോയി. മെല്ലെ ബ്രഷ് ചെയ്ത് വുളൂ ചെയ്ത് വന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് സുബ്ഹി ബാങ്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. വസ്വല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സുബ്ഹിക്ക് മുമ്പ് ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു 2 റക്അത്ത് പാതിരാക്കി നിസ്കരിക്കുമോ? സമാധാനത്തോടെ സ്വർഗത്ത് പോകാമെന്ന് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോഴേക്ക് വാങ്ക് കൊടുത്തു പോയി. ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഉമ്മാന്റെ മനസ്സിന് വല്ലാതെ വേദന വന്നുപോയി. ഇതുവരെ തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. അല്ലാഹ്, അറിഞ്ഞ കാലം മുതൽ ഇതുവരെ തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. ഈ ഗുളികന്റെ ക്ഷീണം കൊണ്ട് അറിയുന്നില്ലല്ലോ. അല്ലാഹ്, പ്രായമുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ഒരു പ്രശ്നവും, ആരോഗ്യ പ്രശ്നമില്ല. നിനക്ക് പ്രായവുമായിട്ടില്ല. നിനക്ക് ഏത് സമയം അലാറം വെക്കാതെ തന്നെ എഴുന്നേൽക്കാൻ പറ്റുന്നവനാണ്. ഇനി അലാറം വെച്ചിട്ട് തന്നെ എഴുന്നേൽക്കാൻ നിനക്ക് പറ്റുന്നതാണ്. മോനെ, നീ 5 മണിക്കല്ല 5:30 മണിക്ക് പോലും അലാറം വെക്കുന്നില്ല. തഹജ്ജുദ് പോയിട്ട് സുബഹിന്റെ സമയത്ത് വരെ എഴുന്നേക്കാൻ നിനക്ക് മനസ്സ് വരുന്നില്ല.
അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ കളി നടക്കുന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ നല്ല വിനോദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മക്കള് വലിയ സ്ക്രീൻ ഉണ്ടാക്കാണ് റോഡ് സൈഡില്, ക്ലബിന്റെ മുമ്പില്. നാട്ടുകാരൊക്കെ സംഘടിപ്പിക്കാണ്. ഇവൻ എത്ര വലിയ സംഘാടകനാണ്, ഇവന്റെ കഴിവെത്രയാണ് ആ കളിന്റെ സമയത്ത് മനസ്സിലാകുന്നതാണ്. പള്ളി കമ്മിറ്റിന്റെ മീറ്റിംഗിന് വിളിച്ചാൽ ഇവൻ പറയും, ഞാൻ വന്നിട്ട് എന്താ അവസ്ഥ, എനിക്കൊന്നും അറിയില്ല, എനിക്കതൊന്നും കഴിയൂല, കണ്ടോ ഒരു കഴിവില്ല, അവൻ പള്ളി കമ്മിറ്റിക്ക് വരൂല. പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗിന് വിളിച്ചാൽ ചിലപ്പോ സമയം കിട്ടൂല. അതേ സമയത്ത് വേൾഡ് കപ്പ് നടക്കുമ്പോൾ, അവൻ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ, അവൻ ഇഷ്ടമുള്ള ടീമുകളെ വെച്ചിട്ട് നാട്ടിൽ തന്നെ കളികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ, മോനെ രാത്രി 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്കാണ് നീ ഇഷ്ടപ്പെടുന്ന 2 രാജ്യത്തിന്റെ കളികളുള്ളത്. നീ അതിന്റെ ഫാൻസിന്റെ ലീഡറാണ്. എന്നാൽ നീ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വലിയ സ്ക്രീനിൽ ആ കളി കാണിക്കാനും അതിനാളെ കൂട്ടാനും വേണ്ടി 3 മണിക്ക് നടക്കുന്ന കളിക്ക് 2 മണിക്ക് നീ അലാറം വെച്ച് എഴുന്നേൽക്കുകയാണ്. ഒരു ക്ഷീണവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു വിഷമവുമില്ല. കണ്ടോ നിങ്ങൾ, എല്ലാറ്റിനും നമുക്ക് കഴിയുന്നുണ്ട്, നമുക്ക് പ്രയാസമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 4 മണിക്ക് വേണ്ട കളിക്ക് 3:30 മണിക്ക് ഇവൻ റെഡിയാണ്. എന്ന് മാത്രല്ല, ഇവനൊരു ചങ്ങാതിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനാണ് അവനെ വിളിക്കുന്നത്? എഴുന്നേറ്റിട്ട് കളി കാണാൻ വരാനാണ്. എഴുന്നേറ്റ് കളി കാണാൻ വരുന്നവൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ ഫോൺ എടുക്കണില്ല. ഫോൺ എടുക്കാത്ത ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവന്റെ ചങ്ക് ബ്രോ, ഇവന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. അപ്പൊ എന്താ ചെയ്യുന്ന അറിയോ? ഈ തണുപ്പാൻ കാലത്ത് സ്കൂട്ടി എടുത്തിട്ട് പോവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓന്റെ പുരയിലേക്ക് പോയിട്ട് ഓന്റെ കിടക്കണ ജനലുണ്ട്, അതിന്റെ അടുത്ത് പോയിട്ട് മുട്ടാണ്. എന്തൊരു ഇഖ്ലാസ്! എന്തിനാണ്? അവനും നമ്മളും കൂടെ ഒന്നിച്ചിരുന്ന് കാണേണ്ട കളിയാണിത്. ഒരു കളി മിസ്സായി പോയാൽ, ഇന്നത്തെ കളി ഓനെ കൂട്ടിയിട്ട് ഞാൻ കാണിട്ടില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ ചിലപ്പോ മിണ്ടണമെന്നില്ല. അത്ര വലിയ ഗൗരവത്തിൽ വിനോദങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ മതിക്കുന്നത് കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരട്ടെ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വിജയികളായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. പരസ്പര പൂരകങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ വല്ലാണ്ട് കളിയും തമാശയിലും മുഴുകുന്നവന് നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് കിട്ടൂല. ഇഖ്ലാസ് കിട്ടൂല, വളരെ അപൂർവമാണ്. കളിച്ചിട്ട് ഓടി വന്ന് നിസ്കരിക്കാൻ കഴിയിട്ടിയാൽ ആ കളി തന്നെ മനസ്സിലുണ്ടാകുക. എന്ന് മാത്രമല്ല, ഇപ്പൊ അധിക പള്ളിയിൽ പോകുമ്പോ നിസ്കരിക്കാൻ വേണ്ടി അമ്മക്കനൊരു കൺഫ്യൂഷനാണ്. പള്ളിയിൽ കയറി നോക്കുമ്പോ റൊണാൾഡോ ഇമാമിന്റെ ബെൽത്ത് ഭാഗത്ത്, മറ്റവന്റെ പേരെന്താണ്, നെയ്മർ ഇമാമിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്, മറ്റവൻ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പൊ നമുക്കൊരു ഡൗട്ട്, പള്ളി മാറിയതല്ല, ഇവര് മതം മാറിയതാ? ഒന്ന് പ്രസിഡന്റിന്റെ മോനാ, ഒന്ന് സെക്രട്ടറിന്റെ മോനാ, ഒന്ന് ഖജാൻജിന്റെ മോനാ. അള്ളാഹു നമ്മളെ മക്കളെല്ലാം നന്നാക്കി തരട്ടെ. നോക്കൂ നിങ്ങൾ, സത്യത്തിൽ ഈ കുട്ടികൾ ചെയ്ത നിസ്കാരം ശരിയാവും. മസല നിങ്ങൾ പറഞ്ഞിട്ട് നിസ്കാരം ശരിയാകാതിരിക്കൂല. റൊണാൾഡോന്റെ പേരുള്ള കുപ്പായിട്ട് നിസ്കാരം ശരിയാകാണ്ടിരിക്കൂല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അദബ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നിസ്കരിക്കാൻ വരികയാണ്, നിസ്കരിക്കാൻ നിൽക്കുകയാണ്. يكون الفتى مستوجبا للعقوبة. നമ്മുടെ നേതാവായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. ഹൃദയ സാന്നിധ്യമില്ലാത്ത നിസ്കാരം കൊണ്ട് എത്ര ആളുകളാണ് കുറ്റക്കാരായി തീരുന്നത്. നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാ والأرض سخرني حنيفا مسلما إن صلاتي ونسوكي ثم محياي ومماتي لك اللهم. മക്കൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നിസ്കരിക്കാൻ കഴിയട്ടെ പാട്ട് പാടില്ല ഉസ്താദ്. വജ്ജഹത്തു പാട്ടാണ്, അതൊരു ബൈത്തായിട്ട് ചൊല്ലിയതാണ്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ.
ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നാണ്. എന്നിട്ടോ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സക്കാത്ത്, എന്റെ ഹജ്ജ്, എന്റെ സ്വതക്ക, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ ഉമ്മ, എന്റെ ബാപ്പ, എന്റെ അയൽവാസി, എന്റെ കച്ചവടം, എന്റെ കൃഷി, എന്റെ രാഷ്ട്രീയം, എന്റെ സംഘടന, എന്റെ പള്ളി, എന്റെ സെന്റർ, എന്റെ പ്രഭാഷണങ്ങൾ, എന്റെ വാള്, എന്റെ ദർസ്, എന്റെ യാത്ര, ഞാൻ ഇടപെടുന്ന ഏത് മേഖലകളുണ്ടോ, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും സർവഗുണസമ്പൂർണനുമായ അജയ്യനും പ്രതാപശാലിയുമായ അല്ലാഹു ആ റബ്ബിന്റെ മുമ്പിലാണ് എന്ന് താഴ്മയോടെ പതിച്ചെടുക്കുന്നവന്റെ കുപ്പായത്തിന്റെ ബാക്കിലാണ് ഇതുള്ളത്. അതിലാണ് ഒരു പൊരുത്തക്കേടുള്ളത്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, ആദരിക്കുന്ന കളിക്കാരനല്ല, ഞാൻ ഓന്റെ ആരാധകനാന്നാ പറയാ. അങ്ങനെ നമ്മൾ ആരാധിക്കുന്ന കളിക്കാരന്റെ ഈ ഫോട്ടോ, ഈ സാധനം ഇട്ടിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോ, ഇനി നിന്റെ നിസ്കാരത്തിൽ നീ അത് കാണുന്നില്ല എന്ന് വെച്ചോ, നിന്റെ ബാക്കിൽ നിസ്കരിക്കുന്ന യോന്റെ വലിയ ആരാധകനായിരിക്കും അടുത്തോൻ വന്നിട്ട് ബാക്കിൽ കൈകെട്ടിയത്. സുബ്ഹാനല്ലാഹ്, മുമ്പിൽ റൊണാൾഡോ നിസ്കരിക്കുന്നു. ഓന്റെ കളിയാണ് മറ്റവന്റെ മനസ്സിൽ ഫുൾ ഉണ്ടാകുക. കാരണം എന്തുകൊണ്ട്? നീ നിസ്കരിക്കുന്ന നിന്റെ മുമ്പിൽ, മറ്റവന്റെ മുമ്പിൽ തന്നെ നീയല്ലേ ഉള്ളത്, നിന്റെ പുറത്ത് വേറെ എഴുതിയിട്ടില്ലേ? ഇതൊരു വലിയ തെറ്റായിട്ട് ഞാൻ അവതരിപ്പിക്കല്ല, എന്നാലും പാലിക്കേണ്ടുന്ന ഒരു അദബുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ടുന്ന ഒരു അദബുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്നോട് പറഞ്ഞു, ഒരു ഖത്തീബ് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ ചെറുപ്പക്കാര് പിള്ളറെ കൊണ്ട് തോറ്റുന്നു. എന്താ? കളിച്ചിട്ട് പിള്ളർ വരികയാണ്, ഈ ബർമൂട ഇട്ടിട്ട് കണ്ണൻ ട്രൗസർ ഇട്ടിട്ട് വരികയാണ്. അപ്പൊ ഇയാള് ഖത്തീബ് ഉസ്താദ് കുട്ടിയോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പള്ളിയല്ലേ, അങ്ങനെ വരല്ലേ, ഈ കുറച്ച് ഇത്ര തിരെ ഇറക്കില്ലാത്ത ഫാൻ ഇട്ടിട്ട് വരില്ല. അപ്പൊ ഈ കുട്ടനും ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദ് നിങ്ങൾ ഇത്രയും കാലം ബാഗ് പറഞ്ഞെന്താണ്? ഞെരിയാണിക്ക് താഴെ പോയിക്കൂടാന്നല്ലേ, ഇപ്പൊ ഞെരിയാണിക്ക് മേലല്ലേ, ഇതും കൂടെ ഇട്ടുകൂടാ, അവൻ എങ്ങനത്തെ ഇടേണ്ടത്? ഇയാൾ വന്ന് കടി കിട്ടിയ പോലെ ആയിപ്പോയി. അല്ലാ, നമ്മളെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ, ആമീനില്ല, അള്ളാഹു നന്നാക്കി തരട്ടെ. അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ നിന്ന് ഒരാൾ ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുകയാണ്. ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുകയാണ് ഒരാൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, കുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് കഴിക്കടോ, വലത് കൈ കൊണ്ട് കഴിക്കൂ. ഇയാൾ ഒറ്റയടിക്ക് എടുത്ത കൈക്ക് പറഞ്ഞു, ലാസ്തത്തിയൂ, എനിക്ക് കഴിയൂല. സുബ്ഹാനല്ലാഹ്. ആരോട്? മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറയാണ്, കിബറനായതുകൊണ്ടാണ്, ഇവൻ കിബറനായതുകൊണ്ടാണ്, അല്ലാതെ കൈക്ക് സ്വാധീനമില്ല, വേദന ഉള്ളത് കൊണ്ടോ പ്രയാസമുള്ളതുകൊണ്ടോ പറഞ്ഞതല്ല. കഴിയൂലെന്ന് ഇയാൾ കിബറനായതുകൊണ്ട് പറഞ്ഞതാണ്. തങ്ങളാണെങ്കിലോ ഒരാളെയും ശപിക്കുന്ന നേതാവല്ല, ശപിക്കാൻ പാടുമില്ല. ഒരാളെയും ശപിക്കുന്ന ആളല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾക്കെതിരെയും ദ്വാരക്കാൻ പഠിപ്പിച്ച നേതാവുമല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരെയും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന നാശപ്രാർത്ഥന നടത്താൻ പാടില്ല. അതുകൊണ്ട് ആ സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെയല്ലേ. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ഒരു നദീ തീരത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ ചെറുപ്പക്കാര് കുട്ടികള്, ചില കുട്ടികളുണ്ടാവൂലേ, എങ്ങനെയുണ്ട് ക്ലാസ്സല്ല, എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി നിൽക്കണ ആള്, അയാൾ എങ്ങനെയുണ്ട് നോക്കാൻ നിൽക്കണേ. കുറെ കുട്ടികൾ ബഹളം ഉണ്ടാക്കണം, വെള്ളത്തിൽ ചാടിയിട്ട് ഭയങ്കര ബഹളം. ഈ ക്ലാസ് മൈക്കുള്ള ക്ലാസ് ഒന്നും അല്ലല്ലോ പണ്ട് കാലത്ത്. അപ്പൊ ഈ ക്ലാസ് തന്നെ അലോസരം ഉണ്ടാകാൻ. മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖ് സഖത്തി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖാണ്. മഹാനവർകൾ തീക്കുള്ളി പോലുള്ള മഹാനാണ്. പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെ അങ്ങോട്ട് ഫലിച്ചു പോകും. ഈ ചെറുപ്പക്കാര് ക്ലാസ് ഇങ്ങനെ അലമ്പാക്കുന്ന ബഹളം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന ശിഷ്യന്മാര് ശേഖനോട് പറയുന്നു, ശേഖേ ഉസ്താദേ, മനഃപൂർവ്വം ആ കുട്ടികൾ നമ്മളെ കടങ്ങേറുണ്ടാക്കുകയാണ്, അവർക്കെതിരെ ദുആ ചെയ്യണേ, അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യണേ, അവർ നമുക്ക് എതിരെ മനഃപൂർവ്വം കളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ഉടനെ കൈ ഉയർത്തിയിട്ടൊരു ദുആ,
അല്ലാഹുവേ ഈ ചെറുപ്പക്കാരുടെ ഈ കാണിക്കുന്ന സന്തോഷം നാളെ നീ സ്വർഗത്തിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. ഇതൊരു വല്ലാത്ത ദുആയല്ലേ? എന്തിനാണ് ദ്വാരക്കാൻ പറഞ്ഞത്? ക്ലാസ് എടുക്കുന്ന സമയത്ത് അലമ്പുണ്ടാക്കുന്ന പിളർ നശിക്കാനാണ് ദ്വാരക്കാൻ പറഞ്ഞത്. പക്ഷെ മഹാനവറുകളുടെ ദുആ, റബ്ബേ ഈ ചെറുപ്പക്കാർ ഇപ്പൊ സന്തോഷിക്കുകയാണ്, ഇവരുടെ സന്തോഷം നീ ആഖിറത്തിലും നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്, സ്വർഗത്തിലും കൊടുക്കണേ അല്ലാഹ്. മഹാനവറുകളോട് ശിഷ്യന്മാർക്ക് ഇത് വല്ലാത്ത പ്രശ്നമായി പോയി. അവർ ചോദിക്കും, നല്ല ഉസ്താദേ ഇവരെ തീരാനല്ലേ ദ്വാരക്കേണ്ടത്, ഇവരെ നശിച്ചു പോകാനല്ലേ ദ്വാരക്കാൻ പറഞ്ഞത്? അല്ലാഹ് മഹാനവറുകളുടെ മറുപടി, ആരും നശിക്കാനല്ലല്ലോ ദ്വാരക്കാനല്ലല്ലോ, ആരെയും വിഷമിപ്പിക്കാനല്ലല്ലോ റബ്ബ് നമുക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ചത്. അവരും നന്നാവുകയല്ലേ വേണ്ടത്. അവർ സ്വർഗത്തിലെത്തണമെങ്കിൽ സ്വർഗത്തിലും സന്തോഷിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്. സ്വർഗത്തിലെത്തണമെങ്കിൽ ഒരു ദുനിയാവിന്ന് നന്നാവണ്ടേ. അതിന്റെ അർത്ഥം അവരെ നന്നാക്കണേന്നാണ്. അവർക്ക് സ്വർഗം കൊടുക്കണേന്ന് പറഞ്ഞാൽ അവർ ഈമാനില്ലാണ്ട് മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടൂല. അപ്പൊ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ദുനിയാവ് തന്നെ നന്നാകണം. സുഹൃത്തുക്കളെ, പിൽക്കാലത്ത് ആ മക്കള് മഹാനവറുകളെ കണ്ട് തൗബ ചെയ്ത് വലിയ സ്വലാഹിയത്തിലേക്ക് നീങ്ങിയെന്നാണ് ചരിത്രം ഞാൻ പറഞ്ഞത്. ആമുഖത്ത് പറഞ്ഞില്ലേ, കള്ളുടിയന്മാരെ കുറിച്ച് പറയുമ്പോൾ ഓനങ്ങോട്ട് തള്ളിക്കളയാനല്ല, അവനും കൂടെ നന്നാകാനാണ്. കളിയുണ്ടാക്കുന്ന മക്കളെ കുറിച്ച് പറയുന്നത് മാറ്റർ ഇല്ലാത്തത് കൊണ്ടല്ല, മോനെ നീ അതിന്റെ ഇടയിൽ നന്മയിലേക്ക് വരണേ എന്ന് സൂചിപ്പിക്കാനാണ്. വിശുദ്ധ റമദാൻ വരാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും ശപിക്കാൻ പഠിപ്പിച്ച നേതാവല്ല. ഇടത്ത് കൈ കൊണ്ട് തിന്നുന്നവനോട് തിന്നല്ലേ വലത്ത് കൈ കൊണ്ട് തിന്ന് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞവൻ ഇതങ്ങ് തിരിച്ചു പറഞ്ഞപ്പോ തങ്ങളെ മനസ്സിനൊരു വേദന വന്നുപോയി. ഒരു സദസ്സെന്ന് നമ്മൾ കാര്യമായിട്ട് ചെറുപ്പക്കാര് മക്കൾ പാലിക്കേണ്ട ഒരു അദബുണ്ട്. മോനെ നിന്റെ ഫാൻസ് നല്ലോണം താണിട്ടാ ഉള്ളത്, നീ ഒന്ന് മടക്കി വെക്കുന്ന ഒരു വയസ്സം കാക്കല്ല ഒരു ഉപ്പാപ്പ. അപ്പൊ ഇവരൊരു നോട്ടം നോക്കിയില്ല, ഭയങ്കര നോട്ടാ നോക്കിയത്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ പാൻറ്റല്ല, നിങ്ങൾക്ക് എന്താ നിങ്ങളായിരുന്നു നോക്കിയാൽ മതി. ആരോട്? അവന്റെ ഉപ്പൂപ്പാന്റെ വയസ്സുണ്ട്, അത് വേണ്ട അത് വേണ്ട. ബൾബ് അടിച്ചു പോകാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പ്രായമുള്ള ആള് മാത്രമല്ല മരിക്കുന്നത്, പിന്നെയോ പെട്ടെന്ന് വലിയ കൊട്ടത്തേങ്ങ മുകളിൽ നിൽക്കാണ്. നെച്ചിങ്ങയും കരിക്കുകളൊക്കെ മണ്ടരി ബാധിച്ചിട്ട് താഴെ വീഴുന്നത് കാണുന്നില്ലേ നിങ്ങൾ? തെങ്ങിന്റെ അടിയിൽ പോയി നോക്കൂ, കൊട്ടത്തേങ്ങ അവന്റെ മുകളിൽ തന്നെ ഉണ്ട്. അത് പറിക്കാൻ വേണ്ടി ആളെ കിട്ടായിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കണം, എപ്പോഴാ തൽമ വീഴുക. ഉണങ്ങിയ തേങ്ങ താഴെ വീഴുന്നില്ല, വളരെ അപൂർവമായിട്ടേ വീഴുന്നുള്ളൂ. തെങ്ങിന്റെ അടിയിൽ നോക്കുമ്പോ എത്ര വെളിച്ചങ്ങയുണ്ട് മോനെ. പ്രായം ഒരു നമ്പറാ, മരിക്കാൻ അതൊന്നും ആവശ്യമില്ല. സമയമെത്തിയാൽ തീരാൻ വേണ്ടി ആരെയും കാത്തു നിൽക്കൂല. അതുകൊണ്ടൊരിക്കലും ധിക്കാരപരമായ സമീപനം വേണ്ട. ഒരാൾ ഒരു സദസ്സെന്ന് പറയാണ്, നീ വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നല്ലോ, രണ്ട് കൈ എന്റെ തന്നെ, നിങ്ങൾക്ക് എന്താ ആവശ്യം? അത് ചോദിക്കണ്ട. ഉപ്പ പറയാണ്, ഉപ്പാന്റെ പ്രായമുള്ള ഒരാൾ പറയാണ്, ഒരു ഉസ്താദ് പറയാണ്, അതവ് ഏറ്റവും മുന്നിൽ നിൽക്കണം. നീ ഇനി തുണി മാടി, നീ ഒരു കാര്യം ചെയ്യാം, ഡ്രസ്സൊക്കെ നീ ഒന്ന് തുണി കയറ്റി ഉടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഒന്ന് കൊടുത്തു. നീ അപ്പുറം പോയിട്ട്, മോനെ എനിക്ക് ഇഷ്ടമില്ല അത്, എന്നാ നീ അപ്പുറം പോയിട്ട് മാറ്റിയാലും മുമ്പൊന്ന് നീ ധിക്കാരം കാണിക്കല്ലേ, അവരുടെ മനസ്സ് വേദന ഉണ്ടാവും. അങ്ങനെ വേദന വന്നാൽ ചിലപ്പോൾ പറയുന്ന വാക്ക് അങ്ങനെ തന്നെ ഫലിച്ചു പോകും, അച്ചട്ടായി ഫലിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സദസ്സെന്ന് എനിക്കത് കഴിയൂല എന്ന് പറഞ്ഞ മനുഷ്യനോട് മുത്തുനബി പറഞ്ഞുപോയി, നിനക്ക് കഴിയാതെ ആവട്ടെ. ഒരാളെയും ശപിക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ സ്വഹാബികൾ സാക്ഷ്യപ്പെടുന്നു, വമാ റഫഅഹു ഇലാ ഫീ, പിന്നെ ഈ വലത് കൈ വായിലേക്ക് പൊങ്ങിയില്ല. മരിക്കണവരെ പിന്നെ വായിലേക്ക് ഈ കൈ പൊങ്ങിയിട്ടില്ല. അദബ് വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ അദബ് പാലിക്കേണ്ടതുണ്ട്, നിസ്കരിക്കാൻ വരുമ്പോൾ അദബ് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വരുന്നില്ല ഉസ്താദേ എന്നല്ല, പള്ളിയിൽ വരണം മോനെ, എനിക്ക് ആ കുപ്പായം മാത്രമേ ഉള്ളൂ, ഞാൻ ഇട്ടിട്ട് വന്നോ, വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അദബ് വേണം. പള്ളിയിലേക്കാണ് വരുന്നതെന്നുള്ള നല്ല ബോധം വേണം. തൊപ്പിയല്ലൊന്ന് തലയിൽ വെക്കണം. എപ്പോഴും നീ തൊപ്പി വെച്ച് നടക്കണമെന്ന് ഉസ്താദ് വേദ പറയുന്നില്ല, പക്ഷെ പള്ളിയിലേക്ക് വരുമ്പോ ഒരു അദബ് നല്ലതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നന്മ ഒരു മജ്ലിസിലേക്ക് കയറുമ്പോ ഒരു തൊപ്പി ഇട്ടിട്ട് ഒരു നല്ലതാ.
അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കളിക്ക് വേണ്ടി നമ്മൾ സമയം ചെലവാക്കും, വിനോദത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവാക്കും, അതിനു വേണ്ടി നമ്മൾ എത്രയും പൈസ ചെലവാക്കും, അതിനു വേണ്ടി ചെറുപ്പക്കാര് ക്ലബ് ഉണ്ടാക്കും. കളിക്കാനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. കുട്ടികൾ തന്നെ വൈകുന്നേരം സ്കൂളിലെല്ലാം വരുന്ന കുട്ടികൾ, സ്കൂളെല്ലാം വിട്ട് വന്ന കുട്ടികൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തലെടുത്ത് ഓടി കളിക്കുന്നതൊന്നും തെറ്റല്ല, അതൊക്കെ ആവശ്യമുള്ളതാണ്. കാരണം കുട്ടികളൊന്നും നമ്മൾ ദർസ് പഠിക്കണ മക്കളോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ പോയിട്ട് ആശ്രമ രക്ഷ എന്തെങ്കിലും പോയിട്ട് കളിക്കുന്നു പറയും. എന്തിനാന്ന് പറയും, വെറുതെ അവിടെ തന്നെ ഇരുന്ന പിന്നെ മഗ്‌രിബിന് ശേഷം ഒന്നാം ദർസിലൊന്നും ഒരു മട്ട ഉണ്ടാവില്ല പിള്ളേർക്ക്. ഒന്ന് കളിച്ചോട്ടെ, തടിയൊന്ന് ഇളകിക്കോട്ടെ, അതിനൊന്നും ഉസ്താദ് എതിരല്ല. പക്ഷേ പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴാണ് തുടങ്ങിയ കളി തീർന്നിട്ടില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് കളി തീർന്നിട്ടില്ല. ഇങ്ങനെ വരുമ്പോ ഉപ്പ മെല്ലെ പള്ളിയിലേക്ക് വരുമ്പോൾ ചക്കനെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന പള്ളിന് മുമ്പിൽ എന്തൊരു ബഹളം, സുബ്ഹാനല്ലാഹ്. ഉപ്പ പറയുന്നു, മോനെ പള്ളിയിലേക്ക് വാ, ബാങ്ക് കൊടുക്കാനായി. അപ്പം ഉപ്പാനോട് ചക്കൻ പറയാൻ, പോയിക്കോ, 10 ഓവർ ബാക്കിയുണ്ട്, ഇനിയും 10 ഓവർ ഉണ്ട്. അത്ര കളി തന്നെ ഓവർ, അതിൽ പിന്നെ ഓവർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ, അങ്ങനെയാവരുത്. വിനോദങ്ങൾ നമ്മുടെ ആത്മീയതയെ തകർക്കരുത്. കളികൾ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തി കളയരുത്. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന കളികൾ മാത്രമേ വേണ്ടൂ. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന കളി ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്നോട് രാവിലെ നീ ഒന്ന് കളിക്കുകയാണ്, അപ്പൊ നിന്റെ മനസ്സിൽ ഒരു ആശ, നീ കളി ഉസ്താദ് അലഹലാക്കി എന്ന് പറയണ. ക്ലിപ്പിലുള്ളതുകൊണ്ട് പറയാനും പേടിയാ. യൂട്യൂബ് ഉള്ളതുകൊണ്ട് എല്ലാം പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരാളിങ്ങനെ അവറത്തെല്ലാം മറിച്ചിട്ട് കളിക്കാൻ പോകുമ്പോൾ ആലോചിക്കാണ്, ഇൻഷാ അല്ലാഹ് കളിച്ച് വന്നിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് ഖുർആൻ ഓതണം, ഒന്ന് ഫ്രഷ് ആട്ടെ. കളിച്ചിട്ട് വന്നാൽ ഒന്നൊന്ന് ഫ്രഷ് ആവുമല്ലോ, എന്നാ പഠിക്കാനൊന്ന് ഉഷാറുണ്ടാവും. അങ്ങനെ പോയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം കുട്ടികളെല്ലാം കൂടി ഒന്ന് ഓടി കളിച്ചാൽ അതൊക്കെ നല്ലതാണ്. നീന്തൽ പഠിക്കൽ സുന്നത്താന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിനോദങ്ങൾക്കെതിരില്ല, പക്ഷെ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തി കളയുന്നത്, അതിന് അഡിക്റ്റായി പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ ആയുസ് എപ്പോഴാണ് തീരുക എന്ന് നമുക്ക് നിശ്ചയമില്ല. ആ ചെറിയകാല ആയുസിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് വേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ്. സ്ത്രീകളെ ഭാഗത്തേക്ക് വക്കറ്റ് വരുന്നത് നല്ല സദഖ കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആമീനില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, മക്കൾക്ക് വേണ്ടിയാണ് ബാപ്പമാര് തെറ്റിന് കൂട്ടുനിൽക്കുന്നത്. അതാണ് പുതിയ ലോകം. മോന്റെ കല്യാണം നടക്കുകയാണ്, മകളെ കല്യാണം നടക്കുകയാണ്. ഉപ്പാക്ക് താല്പര്യമില്ല പാട്ട് വെക്കണോ, ഉമ്മാക്കും വലിയ താല്പര്യമൊന്നുമില്ല പാട്ട് വെക്കണം. ആരുപ്പാക്ക്? ചെക്കന്റെ ഉപ്പാക്കും ഉമ്മാക്കും പിന്നെ ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് ഉപ്പുപ്പാന്ന് പറയണം, എന്നാലേ അവിടെ എത്തുള്ളൂ. ഇപ്പം പെണ്ണിന്റെ ഉപ്പയും ഉമ്മെല്ലാം കൂടി ഡാൻസ് കളിക്കാണ് സ്റ്റേജ് മുന്ന്. എന്നിട്ട് അവരെന്നെ ഷൂട്ട് ചെയ്തിട്ട് അവരെന്നെ സ്റ്റാറ്റസ് വെക്കാണ്, അവരെന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്, ഫേസ്ബുക്കിൽ ഇടുകയാണ്. അല്ലാഹ്, വല്ലാത്തൊരു കാലാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവാണ്. പലയിടങ്ങളിലും നമ്മുടെ ഈ പിടുത്തം വിട്ട പോക്ക് കാണുമ്പോ കല്യാണത്തിന് വലിയ തങ്ങളെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, ഏടിയും ഡേറ്റ് കിട്ടാത്ത തങ്ങള്, ഭയങ്കര തങ്ങള്, വലിയ തങ്ങൾ, വലിയ ഉസ്താദ്. വാതെല്ലാം സ്റ്റേജിന്റെ മുകളിൽ പൊട്ടിച്ച വാത്. മംഗലത്തിനെല്ലാം സ്റ്റേജുമ്മ ഫുൾ തങ്ങന്മാരും ഉസ്താദന്മാരും. എന്തോ ഒരു കല്യാണം, അജബുള്ള മംഗലം, നിക്കാഹ് എല്ലാം കൂടി കഴിഞ്ഞ് നല്ല സെറ്റും നല്ല സംവിധാനം ഒക്കെ ഉണ്ട്. തങ്ങള് വല്ല ലാസ്റ്റത്തെ കയറുന്ന ഉസ്താദില്ലേ, ഓറ് ലാസ്റ്റത്തെ ഉസ്താദ്, ഓറ് വണ്ടി കേറിയിട്ട് 2 കാലെടുത്ത് വെച്ച് അതപോടെ ബഹുമാനത്തോടെ കൈപിടിച്ച് മുത്തി ഡോർ അടച്ചു കൊടുത്തിന് തുടങ്ങി പറഞ്ഞത് തകൃതാമില്ലത്തെ ഈ താളം തുടങ്ങി. മോനെ, എന്തിനാണ് നിസ്സാരപ്പെടുത്തുന്നത്? എന്തിനാണ് ആ സയ്യിദിനെ കൊണ്ടുവന്നത്? എന്തിനാണ് ആ ഉസ്താദിനെ നീ വിളിച്ചത്? ഗാനമേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന പോലെയായി. ഉസ്താദ് ഗാനമേള ഉദ്ഘാടനം ചെയ്യാൻ വന്ന പോലെ
അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പാട്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ ശ്രീകണ്ഠപുരത്ത് മാലിക് ദിനാർ പള്ളിയിൽ കുറെ ദിവസം മുദരിസായിട്ടുണ്ടായിരുന്നു, ദർസും ഖത്തീബല്ലേ. അപ്പൊ ആ സമയത്ത് ഈ പാട്ടുള്ള അന്നേരം ഈ വല്ലാതെ പാട്ട് ഇപ്പോൾ ഉണ്ട് കുറെ സ്ഥലത്ത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ പറയാൻ നാട്ടുകാർക്ക് ഒരു ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. നിങ്ങൾക്ക് തോന്നി ആമീൻ പറഞ്ഞാൽ ദുആ അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ നമ്മളെ പുറക്കേത്ത മംഗലത്തിന് പാട്ട് ഇല്ലാണ്ടായി പോകുമെന്ന് വിചാരിച്ചിട്ട് ആമീൻ പറയാത്ത കണക്കുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കല്യാണത്തിന് പോയി നോക്കുമ്പോ എന്നെ ഭയങ്കര ബഹുമാനിക്കുന്നു. അല്ലാതെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കൈ പിടിച്ച് മുത്തുന്നു ബലിക്കുന്നു ഒന്നും പറയണ്ട, ഭയങ്കര. അതിന്റെ ഉസ്താദ് ഷെയ്ഖുന കാടാച്ചർ ഉസ്താദ് ഹഫിളഹുല്ലാഹ് ഉസ്താദ് ഇടക്കിടക്ക് പറയും, ഒരു മഹലിൽ ജോലിക്ക് പോയാൽ ആദ്യം കൈ പിടിച്ച് വല്ലാണ്ട് മുത്തുന്ന കോനെ ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം. അവന്റെ കാരണം കൊണ്ടായിരിക്കും നീ അവിടെ നിന്ന് പോണ്ടി വരിക. ചില ഉപദേശങ്ങൾ വല്ലാതെ കൽബത്തട്ടു. അള്ളാഹു നമ്മൾ ഉസ്താദുമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. വല്ലാണ്ട് ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരുടെ ബഹുമാനം അള്ളാഹു തആല ഉഖ്റവിയാക്കി തരട്ടെ. നമ്മുടെ ബന്ധങ്ങളെല്ലാം അള്ളാഹു അർശിന്റെ തണൽ കിട്ടുന്നത് വരെ എത്തിച്ചു തരട്ടെ. റബ്ബിന്റെ ലിഖായിൽ എത്തുന്നത് വരെ ആദർശപരമായി നമ്മളെ ആരെയും അള്ളാഹു അകറ്റാതിരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഒരു വീട്ടിൽ കല്യാണത്തിന് പോയ ഭയങ്കര ബഹുമാനിച്ച് ഭക്ഷണമെല്ലാം പെട്ടെന്ന് കൊണ്ട് തന്നു. ഉസ്താദിന് ഭയങ്കര ബഹുമാനം. എന്റെ കൂടെ ഇല്ലാക്കാൻ അത്ഭുതം, ഉസ്താദിന് ഇത്ര ബഹുമാനം ഉണ്ടാവും. ഞാൻ വേഗം ഭക്ഷണം കഴിഞ്ഞ് ഉസ്താദ് പിന്നെ പോവുകയല്ലേ, ദ്വാരക്കുന്ന ഉസ്താദ് പിന്നെ ദ്വാരന്നാ മതി. റാഹത്ത് എപ്പോഴും ഉസ്താദ് ദ്വാരക്കുന്നതന്നെ, അല്ലെങ്കിൽ തന്നെ ദ്വാരക്കണമെന്നില്ല എന്നാണ്. അൽഹംദുലില്ലാ, ഞാനും അൽഹംദുലില്ലാ. അങ്ങനെ വേഗം കൈയും പിടിച്ച് ദ്വാരന്ന് വണ്ടി കയറി. പള്ളിയിലെത്തിയില്ല, പകുതി എത്തുമ്പോഴത്തേക്ക് പറഞ്ഞ മറ്റേ തുടങ്ങി പാട്ട്. എന്നെ വിളിച്ചിട്ട് കുറെ ആൾ പറഞ്ഞു, ഉസ്താദേ വല്ലാതെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച എഴുന്നേറ്റിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ ഇങ്ങനെ പാട്ട് വെക്കണമെങ്കിൽ എന്നെ പരിപാടിക്ക് വിളിക്കരുത്. നേരത്തെ നിങ്ങൾ പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉസ്താദിന് ഭക്ഷണം കൊടുക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്നതാണ്. ഞാൻ നോമ്പറ്റുള്ളൂ, സുന്നത്ത് നോമ്പെടുക്കാലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തലേ ദിവസം പറഞ്ഞാൽ മതി, ഇങ്ങനെ പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി, എന്നെയും മുത്തഅല്ലിമീങ്ങളെയും വിളിക്കരുത് എന്ന് പറഞ്ഞു. കുറെ കാലം അതെങ്ങനെ മുടങ്ങി എന്റെ മംഗലല്ല ഗാനമേള കുറെ കാലം ഇല്ലാതെയായി. പിന്നെയും വലിയൊരു പൈസക്കാരന്റെ അടുത്ത് പോയി. ആ വീട്ടിൽ അന്നൊരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലല്ല, ആ നാട്ടില്. അതുകൊണ്ട് എന്തായാലും ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറഞ്ഞു. വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഒന്നുണ്ടാവോ? ഇല്ല, ഒന്നുമില്ല ഉസ്താദേ, ഒന്നുമില്ല. പോയി ഞാൻ നിക്കാഹെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് പാട്ട്. എന്നെ കുറെ ആൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഗാനമേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയ പോലെ ആയിപ്പോയി, ഭയങ്കര പാട്ട്. ഞാൻ പറയുന്നത് കുറേ മാറ്റം വരുത്തി, അൽഹംദുലില്ലാ. അങ്ങനെയല്ലേ പറഞ്ഞു മാറല്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഈമാനുള്ളവർക്ക് ഫലം ചെയ്യുന്നല്ലേ അല്ലാഹു തആല. അങ്ങനത്തെ മജ്ലിസുകളായി നമ്മുടെ മജ്ലിസുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇപ്പൊ ഈ വിനോദങ്ങളും ഈ കളിയും തമാശകളൊക്കെ അതിരുവിടുകയാണ്, വല്ലാത്തൊരു കോലമാണ്. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ മോശമാണ് തെറ്റ് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ചെറിയ വിഷയമല്ല, നമ്മളൊരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കടുപ്പമാണ്, അതിനേക്കാൾ മോശമാണ് ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് മറ്റവനോട് പറയാന്നുള്ളത്. അതുകൊണ്ടല്ലേ കുംഭസാരത്തിന് ഇസ്ലാമില് സ്ഥാനമില്ലല്ലോ. മറ്റു മതങ്ങളിൽ അത് സ്ഥാനമുണ്ട്. അച്ഛൻ്റെ അടുത്ത് പോയി നിങ്ങൾ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, അച്ഛാ എന്നാ പൊരുത്തപ്പെട്ട് തന്നെ തീർന്നു. പള്ളിയിലെ ഖത്തീബ് ഉസ്താദിന്റെ അടുത്ത്, ഉസ്താദെ ഞാൻ കള്ളു കുടിച്ചു തന്നാല് സുബ്ഹാനല്ലാഹ് ഉസ്താദിനൊന്നും ചെയ്യാനില്ല, എനിക്ക് ദ്വാരക്കാന്നല്ലാണ്ട് ഇതിന്റെ ദോഷം പൊറുക്കുകയും ചെയ്യില്ല. അങ്ങനെ പറയാനും പാടില്ല. ഇസ്ലാമിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മത നോക്കൂ. നമ്മുടെ തെറ്റിന് മറ്റൊരാളെ സാക്ഷിയാക്കാൻ പാടില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, ഒരു കള്ളുകുടിയൻ, അയാൾ ഉസ്താദിനോട്, ഉസ്താദെ ഞാൻ കള്ളു കുടിച്ചു, എനിക്കെന്താ മസാല എന്ന് ചോദിക്കണ്ട, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇന്നെന്താ ചെയ്യേണ്ടത്? ഉസ്താദെ ഒരാൾ കള്ളു കുടിച്ചാൽ അയാൾ നന്നാകാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മതി. അല്ലാണ്ട് ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ തെറ്റിന് മറ്റൊരാളെ സാക്ഷിയാക്കാൻ പാടില്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഒരാള് ഭയങ്കര സങ്കടത്തിലുണ്ട്. അയാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, മൂസ നബിയെ ഞാൻ ഭയങ്കരമായൊരു തെറ്റ് ചെയ്തു പോയി, നിങ്ങൾ അള്ളാഹിനോടൊന്ന് ചോദിക്കോ, എനിക്ക് മാപ്പുണ്ടോ? മൂസ അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് പറയുന്ന അയാൾക്ക് മാപ്പ് കൊടുക്കും. മൂസ നബിയെ ഞാൻ അയാൾക്ക് മാപ്പ് കൊടുക്കും. ഇയാളോട് മൂസ നബി പറഞ്ഞു, നിങ്ങൾക്ക് മാപ്പുണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങളെ തൗബ സ്വീകരിക്കൂ എന്നാണ് അള്ളാഹ് പറയുന്നത്. ഇയാൾക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഇയാൾ മൂസ നബിയോട് പറഞ്ഞു, മൂസ നബിയെ ഭയങ്കര കടുപ്പുള്ള തെറ്റാ ഞാൻ ചെയ്തത്, ഭയങ്കര കടുപ്പുള്ള തെറ്റാ ചെയ്തത്, നിങ്ങളൊന്നും കൂടെ അള്ളാഹിനോട് ചോദിക്കോ? ബനൂ ഇസ്രായേലികളല്ലേ, ചോദിക്കാൻ വേണ്ടി ഭയങ്കര ഉഷാറന്മാരാ. അവര് പശുവിന്റെ കഥ പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് കഥ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പറയുന്നവരാ. മൂസ അലൈഹിസ്സലാം അള്ളാഹിനോട് പറയുന്നു, അള്ളാഹുവേ ഇയാൾക്ക് ഭയങ്കര ആശങ്കയുണ്ട്, ഭയങ്കര കടുപ്പുള്ള തെറ്റാ ചെയ്തത് എന്നാ പറയുന്നത്, നീ മാപ്പ് കൊടുക്കുമോ?
അല്ല പറയുന്നു മൂസ നബിയെ എന്റെ പേര് തവ്വാബ് എന്ന് എനിക്ക് പേരുണ്ട്, ഗഫാർ എന്ന് എനിക്ക് പേരുണ്ട്, ഗഫൂർ എന്ന് പേരുണ്ട്. ദോഷങ്ങളെ വല്ലാതെ പൊറുക്കുന്നവനാണ് അതിന്റെ അർത്ഥമുള്ളത്. അതുകൊണ്ട് ഞാൻ അയാളെ തെറ്റ് പുറത്തു കൊടുക്കുന്നതാ. ഇയാളോട് മൂസ അലൈഹിസ്സലാം പറയുന്നത് നിങ്ങളെ തെറ്റല്ല പുറത്തിരുന്നാ പറയുന്നത്. ഇയാൾക്ക് എന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ഇയാൾ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബി എന്റെ തെറ്റ് കേട്ടാൽ അള്ളാഹ് നിങ്ങൾക്ക് തന്നെ എന്നോട് ദേഷ്യം വരുന്നു, ഭയങ്കര തെറ്റാണ്. മൂസാ നബി എന്ത് തെറ്റാ ചെയ്തത്? ഇയാളെ തെറ്റങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. ഭയങ്കര കടുപ്പുള്ള തെറ്റ് പറയൽ എന്റെ ഉദ്ദേശമല്ല. അതങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇയാളോട് തോന്നുന്ന എന്തൊരു മനുഷ്യനാ നീ, എനിക്ക് അങ്ങനെ അള്ളാഹ് പുറത്തു തരിക, ഭയങ്കര കടുപ്പുള്ള പണിയായി പോയല്ലോ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നു, അല്ലാഹ് ഇയാൾ ഇത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാണ്, നീ മാപ്പ് കൊടുക്കോ? അള്ളാഹ് പറയുന്നില്ല, ഇനി അയാൾക്ക് മാപ്പില്ല. മൂസ അലൈഹിസ്സലാം ചോദിക്കുന്ന, റബ്ബേ ഇതുവരെ നീ തെറ്റ് പുറത്തു കൊടുക്കൂന്നല്ലേ പറഞ്ഞു, ഇപ്പൊ എന്തേ അങ്ങനെ മാറ്റി പറയുന്നത്? അല്ലാഹു തആല പറയുന്നു, മൂസ നബിയേ ഇതുവരെ അയാൾ ചെയ്ത തെറ്റ് ഞാനും അയാളും മാത്രം അറിഞ്ഞതാണ്, ഇപ്പോൾ നിങ്ങളും കൂടി അതിന് സാക്ഷിയാണ്. ആ തെറ്റ് ലഘൂകരിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളും കൂടെ സാക്ഷിയായ സ്ഥിതിക്ക് അങ്ങ് മാപ്പ് കൊടുക്കുന്നില്ല. നമ്മൾ ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറയാൻ പാടില്ല. എന്റെ ഗൗരവം സൂചിപ്പിക്കാനാ ഞാനിത് പറഞ്ഞത്. നമ്മൾ തന്നെ ഒരു പണിയെടുക്കുക, നമ്മൾ എന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആളെ ഏൽപ്പിക്കുക. അന്യ പെണ്ണും അന്യ ആണും കൂടിക്കലരാൻ പാടില്ല. കല്യാണം കഴിയുന്ന പെണ്ണും കല്യാണം കഴിയുന്ന ചെറുപ്പക്കാരനും നിക്കാഹ് കഴിഞ്ഞാൽ അവർക്കല്ലേ ബെഡ്റൂം ഉണ്ടായി കൊടുത്തത്. ഞങ്ങളുടെ നാട്ടിൽ ബെഡ്റൂമിന് കുറച്ച് പൈസ കുറവാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ബെഡ്റൂമിന് പൈസ കൂടുതലാണ്. നിങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരലല്ലേ, കല്യാണം കഴിച്ച ആണുങ്ങടുത്തേ കൊണ്ടുവരലല്ലേ. നാളെ വിഷയമുള്ളൂ ഞാൻ പറയുന്നില്ല. നമ്മുടെ അടുത്ത് നേരെ തിരിച്ചിട്ടാണല്ലോ. കല്യാണം കഴിച്ച് പെണ്ണിന്റെ വീട്ടിൽ അഡ്മിറ്റ് ആയാലാണല്ലോ. അപ്പൊ അവിടെ നല്ല റൂം കാര്യങ്ങളിലുണ്ട്. എന്തിനാത്? അത് നിനക്ക് സൗകര്യപ്പെടാനാ, നിനക്ക് സന്തോഷിക്കാനാണ്. അത് പിന്നെ ഉമ്മയും ബാപ്പയും നാട്ടുകാരും കൂട്ടുകാരെല്ലാം കൂടുതൽ സ്റ്റേജിൽ വന്ന് വേണോ? ചുംബനം കൊടുക്കാനും കെട്ടിപ്പിടിക്കാനെല്ലാം ഈ സ്റ്റേജ് ഉപയോഗപ്പെടുത്തണോ? അത് ഷൂട്ട് ചെയ്യാൻ ആളെ വെക്കണോ? എന്നിട്ട് നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തണോ? അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വല്ലാത്തൊരു കാലായത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പലയിടങ്ങളിലും പറയാറുണ്ട്, ഈ കൊറോണ കണ്ടുണ്ടായ ഏറ്റവും വലിയ മുസീബത്ത് എന്താണെന്നറിയോ? കൊറോണ എന്ന് പറഞ്ഞാൽ കുറെ ആൾ മരിച്ചു പോയിട്ടുണ്ട്. അതിനെ കൊണ്ട് അല്ലാഹു തആല മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. അതിനേക്കാളും വലിയ ഇടങ്ങാറെന്താ പറയുക? ഈമാൻ കുറേയാൾക്ക് പോയി എന്നുള്ളതാ. കാരണം ഇത് ആദ്യം ഈ സാധനം പള്ളിയിലാണ് കയറുക. കൊറോണ വന്നപ്പോൾ തന്നെ ആദ്യം പള്ളിയെ കൂട്ടി, രണ്ടാമത് വന്ന പള്ളി, മൂന്നാമത് പള്ളിയിലേക്ക് ആദ്യം ഇമാമിക്കാനാ വരിക. അത് മൂപ്പരെ പള്ളി അങ്ങ് പൂട്ടിക്കളി. അതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ കുറഞ്ഞു. എന്ന് മാത്രമല്ല, അതിനു മുമ്പ് ഈ ക്യാമറയിൽ ഉണ്ടായിരുന്നു ഈ കല്യാണ വീട്ടില. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു സ്ഥലത്ത്, ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ കല്യാണത്തിന് പോയപ്പോ ഈ റോഡ് വരെ ഉണ്ടാവുമല്ലോ പന്തല്, പോയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ആ ലൈറ്റും പിടിച്ചിട്ട് അന്നേരം നിൽക്കുക. ലൈറ്റും പിടിച്ച് ഇപ്പൊ എല്ലാവരും ക്യാമറക്കാരാ. അന്നേരം ആ ലൈറ്റും പിടിച്ച് നിൽക്കണ ക്യാമറയാണ്. ഒരു ലൈറ്റ് ഒരാളും മറ്റേ ആൾ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു, വേണ്ടാന്ന്, പിടിക്കണ്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോയതാ. അവിടെ നാട്ടുകാരെ കുട്ടികൾ ദർസ് വരുന്നുണ്ട്. അതിലൊരു കുട്ടി ഈ പെണ്ണിന്റെ ആങ്ങളെയാ, കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ആങ്ങളെയാ. 2-3 ദിവസം കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, എന്നോട് ഉസ്താദേ നമ്മളെ പങ്ങള മംഗലത്തിന്റെ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഉസ്താദ് സൂപ്പറാണ്, കൈ കൊണ്ട് ഇങ്ങനെ ടാറ്റ പറയുന്നുണ്ട്. കണ്ടോ? ഞാൻ പിടിക്കണ്ടെന്ന് പറഞ്ഞതാ. വോയിസ് അതിലുണ്ടോ, സൗണ്ട് അതിലുണ്ടോ? അതിൽ പാട്ട് വെച്ചിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ടാറ്റ പറഞ്ഞു. കേരള യാത്ര പോലെ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത് അന്ന് ക്യാമറ ഒന്നേലുണ്ടാവും, ഇപ്പൊ ഇറങ്ങാനില്ല. അപ്പുറത്ത് ഇപ്പുറത്ത് എവിടുന്ന് ഫുൾ ക്യാമറയാണ്. എന്ന് മാത്രല്ല, പെൺപിള്ളേരെല്ലാം ക്യാമറയും പിടിച്ചിട്ട് ബസ് പോയിട്ട് മറ്റവനെ ഫോട്ടോ പിടിച്ചിട്ട് ജയിലില്ല. വിനോദ, കളിയ, തമാശയാ. അതിനെക്കാളും വലിയ അത്ഭുതം എന്താ അറിയോ? ഫർദക്കെതിരെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പ്രചരിപ്പിച്ചു. ഈ പർദ്ദ പഴഞ്ചാക്കാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു വിവരക്കേടാണ്, ഇതെല്ലാം കെട്ടിപ്പൂട്ടിയിടലാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ. ഒരു സ്ഥലത്തും വീഡിയോയിൽ ഫുൾ സാധാ ഡ്രസ് എന്ന് പറഞ്ഞു പോരാ, മുസ്ലിം വേഷത്തിലല്ല. ഈ ചങ്ങായിനെ മരിക്കാൻ കാരണമായ വീഡിയോ പിടിക്കുമ്പോഴും സാധാ എല്ലാരും ധരിക്കണം, മുസ്ലിം വേഷത്തിലല്ല. പക്ഷെ ഈമാൻ കേറിയത് പോലീസ് പിടിച്ചപ്പോഴാണ്. നല്ല പർദ്ദയും നല്ല മുഖത്ത് കെട്ടെല്ലാം കെട്ടി നല്ല അദബിൽ. യാ അല്ലാഹ്, എന്താ ഒരു ഈമാൻ! അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പരിഹസിക്കാൻ പറഞ്ഞതല്ല, വേദന കൊണ്ട് പറഞ്ഞതാ.
എങ്ങനെയാണ് നമ്മളെ വേദനിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല സാധാ വേഷത്തിൽ തന്നെ പോയാൽ പോരെ? പോലീസ് പിടിക്കുമെന്തിനാ പർദ്ദ ഇടുന്നത്? മുസ്ലിങ്ങളൊക്കെ കൂടെ കൂടുന്ന് വിചാരിച്ചിട്ടാ? മരിച്ചാൾ ഹിന്ദു അല്ലേ, മുസ്ലിം പെണ്ണിന്റെ വികാരം കണ്ട് കൂടിപ്പോലെങ്കിൽ വർഗീയത കയറും വിചാരിച്ചിട്ടാ? അതിന് മതം വേറെ നോക്കണം. ഇസ്ലാമിൽ ആ വർഗീയത ഇല്ലേ ഇല്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുമില്ല. നീതി എവിടെയാണോ അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ല, തങ്ങൾ എവിടെയാണോ അവിടെയാണ് നീതിയുള്ളത്. ജൂതനും മുസ്ലിമും ആയ മനുഷ്യനും തമ്മിൽ പ്രശ്നമുണ്ടായി. പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് മുത്തുനബിന്റെ അടുക്കലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതൻ അനുകൂലമായിട്ടാണ് വിധി വന്നത്. ആ വിധി പോരാന്ന് പറഞ്ഞിട്ടാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വന്നത്. ഉമറേ റളിയല്ലാഹു അൻഹു, ഞാനും ഈ ജൂതനും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. മുസ്ലിം പേരിൽ നടക്കുന്ന ആള് വന്നിട്ട് പറയാണ് ഞാനും ജൂതനും തമ്മിൽ പ്രശ്നമുണ്ട്, പരിഹരിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ അടുക്കൽ പോയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾക്ക് അനുകൂലമായിട്ടാ വിധിച്ചത്, എനിക്ക് തീരെ റാഹത്തായിട്ടില്ല, നിങ്ങളൊരു വിധി പറഞ്ഞു തരുമോ? സുബ്ഹാന ജല്ല ജലാലു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എടുക്ക്, ഞാനിപ്പം വരാം. റൂമിന്റെ ഉള്ളിൽ കയറി പോയിട്ട് വാളെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ ഉമറിന്റെ അടുക്കൽ തീരുമാനം ചോദിച്ചിട്ട് വന്നാൽ നീ എന്നെ ദുനിയാവിൽ വേണ്ടെന്നും തീർത്തു കളഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ, ഇസ്ലാം നീതിക്കൊപ്പമാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വിനോദങ്ങൾ മനുഷ്യനെ നശിപ്പിക്കാനല്ല, ദുനിയാവിലെ സന്തോഷങ്ങൾ. ഞാൻ ഒന്നും കൂടെ പറയാം, സോഷ്യൽ മീഡിയന്റെ കാലാണ്. വയലു പറയണ ഒരു സെക്കൻഡ് ഒരു കഷ്ണം കിട്ടുമെങ്കിൽ അതെടുത്തിട്ട് ട്രോളും. ഈ വഹൽ തന്നെ നാളെ എത്ര ട്രോള് വരും എനിക്ക് പറയാൻ കഴിയില്ല. ട്രോള് നല്ലോണം കിട്ടും, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റൂ? ഞാൻ ഒന്ന് പറയട്ടെ, പർദ്ദക്ക് എതിരെ ഒരു പെണ്ണ് വീഡിയോ ചെയ്താൽ, അത് മുസ്ലിം പെണ്ണായാൽ റീച്ച് കേറി ആകാശം മുട്ടെ മെഹറാജിന് പോകുന്ന റീച്ച് ഉണ്ടാവും, നല്ല കമന്റ് ഉണ്ടാവും, വലിയ സംഭവമായിരിക്കും, ഫോളോവേഴ്സ് കൂടും, കമന്റ് നല്ല ഉഷാറാവും. നീയാണ് പെണ്ണ് എന്നല്ല പറഞ്ഞ് രണ്ട് കൈയെല്ലാം പൊക്കും. സുബ്ഹാനല്ലാഹ്. സ്റ്റേഷനിൽ ആരും വരൂല. പണ്ട് നമ്മള് പറയണ്ടല്ലോ, മാഷറിൽ ആരും വരില്ല എന്നാ പറയണ്ടേ. ഇതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് പുതിയ ലോകത്ത് പുതിയ കാലത്ത് സ്റ്റേഷനിൽ ആരും വരൂല. ഈ കമന്റ് അടിച്ച് മൂച്ചിക്കേറ്റിയാണെന്നില്ലേ, ഒരൊറ്റ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ വരൂല, നീ ഒറ്റക്ക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പെണ്ണും ആണും എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പുതിയ കാലം എന്ന് പറയുന്നത് ഏത് തെറ്റിനെയും, ഞാൻ പറഞ്ഞ ഈ കൊറോണ കൊണ്ടുണ്ടായ ഒരു തെറ്റിന്റെ കുറെ കാര്യങ്ങളുണ്ട്, ധാരാളമുണ്ട്, പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടുപോകും. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പഴംപൊരി അറിയാത്ത മലയാളി ഉണ്ടോ ദുനിയാവിൽ? എല്ലാ സ്ഥലത്തുള്ളവനും പഴംപൊരി ദേശീയ കടി എല്ലാവർക്കും അറിയാം. പുതിയ ഒരു വീഡിയോ ഇറങ്ങാണ്, പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം യൂട്യൂബിൽ. ചള്ളം കയത്തൊരു പെണ്ണാ. ഉദാഹരണം പറഞ്ഞത്, നിങ്ങളെ നാട്ടിലെ യൂട്യൂബർമാരുണ്ടോ ഞാൻ അറിയില്ല, ഉദാഹരണം പറഞ്ഞത്. എന്താ പരിപാടി? പഴം പൊരിക്കുന്നതും പഴം മുറിക്കുന്നതും പഴം തൊലിക്കുന്നതും മൈദ കുഴക്കുന്നതും എണ്ണ ഉള്ള പാത്രം അടുപ്പിൽ വെക്കുന്നതും സ്റ്റൗ കത്തിക്കുന്നതും. അതിന്റെ ഇടയിൽ കമന്റർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതാ കണ്ടോ നല്ല ഉഷാറാക്കിയിട്ട്. എന്നിട്ട് പഴം ഇങ്ങനെ എടുത്ത് പൊരിച്ചിട്ട്, കണ്ടോ സൂപ്പർ പഴംപൊരി, അഭിപ്രായം അറിയിക്കണേ. കണ്ടോ അഭിപ്രായം ഇങ്ങനെ വരാൻ തുടങ്ങി. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇന്നാലില്ല എല്ലാം വന്നു. ഈ കമന്റ് എല്ലാം കിട്ടിയിട്ട് വേണം അടുത്ത മൈദപ്പൊടി വാങ്ങാൻ. അതിനെ കാത്തിരിക്കുന്നു. പുതിയ ലോകമാണ്. വിനോദം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്നതാക്കി കളയരുത് ഉമ്മമാരെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ. യൗവനം അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കണേ. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചിന്തിക്കണേ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നമുക്കൊക്കെയും വേണ്ടത് അള്ളാഹുവിന്റെ ലിഖാ ആണ്. നമ്മളെല്ലാവരും പോകാൻ തീരുമാനിക്കുന്നതും തീരുമാനിക്കേണ്ടതും നമുക്ക് കിട്ടേണ്ടതും സ്വർഗമാണ്. ആ സ്വർഗം കിട്ടാൻ വേണ്ടി അള്ളാന്റെ ലിഖാ കിട്ടാനാണ് ദുനിയാവിൽ അധ്വാനിക്കേണ്ടത്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചില ആളുകൾ എങ്ങനെയാണ് സ്വർഗം വാങ്ങിയത്? 313 ആളുകൾ സഫായിട്ട് അണിയൊപ്പിച്ച് നിൽക്കുകയാണ്.
313 എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും അത് അസ്ഹാബുൽ ബദറിന്റെ എണ്ണമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കമാൻഡറായി, പട്ടാള ക്യാപ്റ്റനായി ഇതിനൊക്കെ ഇങ്ങനെ നിർദ്ദേശം നൽകുന്നുണ്ട്. 313 ആളുകൾ സഫായി നിൽക്കുന്ന, അണിയൊപ്പിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്, അശ്റത്തുൽ മുബശ്ശറിൽപ്പെട്ട മഹാനാണ്. ആ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ തന്റെ അനുജനായ ഉമൈർ ഇബ്നു അബീ വഖാസ് എന്ന 16 വയസ്സുള്ള മോൻ, നമ്മുടെ SSLCക്ക് പഠിക്കുന്ന പ്രായമുള്ള പൊന്നുമോൻ, 16 വയസ്സുള്ള ഉമൈർ ഇബ്നു അബീ വഖാസ്, മൂപ്പരെന്താ ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കാതെ വലിയ നീണ്ടു നിവർന്നു നിൽക്കണം വലിയ സ്വഹാബികളെ പിന്നിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ അടുത്ത സ്വഹാബിന്റെ ബാക്കിൽ പോവുകയാണ്. പിന്നെ നോക്കുമ്പോ വേറൊരു സ്വഹാബിന്റെ ബാക്കിൽ ഇങ്ങനെ പോവുകയാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അനുജനോട് ചോദിക്കുന്നു, യാ ഉഖയ്യാ, കൊച്ചു അനുജ, പൊന്നുമോനെ, നീ എന്തേ ഒരു സ്ഥലത്ത് നിൽക്കാതെ, നീ എന്തേ ഒളിച്ചു കളിക്കുന്നത്? അപ്പോഴാണ് അനുജന്റെ മറുപടി, കാക്കാ, അഖാഫു അൻ യസ്തസ്ഗറനി റസൂലുള്ളാഹ് ഫയറുദ്ദനി. എനിക്ക് വയസ്സായിട്ടില്ലല്ലോ, എനിക്ക് പ്രായമായിട്ടില്ല, മിലിറ്ററിയിൽ ചേരേണ്ട പ്രായമായിട്ടില്ല, 16 വയസ്സല്ലേ ആയിട്ടുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സഫെല്ലാം നോക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തങ്ങൾ എന്നെ കണ്ടാൽ, എനിക്ക് ചെറിയ വയസ്സല്ലേ ഉള്ളൂ, എന്നെ ഹബീബായ തങ്ങൾ ഇതിൽ പരിഗണിക്കൂല, എന്നെ തങ്ങൾ മടക്കി അയക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഞാൻ വലിയ താല്പര്യപൂർവ്വം ഇതിലേക്ക് വന്നതാണ്. എന്റെ റബ്ബെനിക്ക് ഇതിൽ ഷഹീദാകാനുള്ള ഭാഗ്യം തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ തങ്ങൾ കണ്ടാൽ എന്നെ കൂട്ടൂല, എന്നെ തിരിച്ചയക്കും. അതുകൊണ്ട് ഞാൻ ഒളിച്ചു കളിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഉമൈർ ഇബ്നു അബീ വഖാസ് തങ്ങളെ വിളിച്ചു, വരൂ മോനെ, ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. അടുത്ത് വന്നപ്പോൾ തങ്ങൾ പറയുന്നു, മോനിതിൽ കൂടാൻ പ്രായമായിട്ടില്ല, നീ പുറത്തിറങ്ങിക്കോ, നീ ഞങ്ങളെ കൂടെ വരണ്ട. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വിതുമ്പി കരയുകയാണ്, പിന്നെയും കരയുകയാണ്. സ്വഹാബികൾ കുറെ ആൾ ആശ്വസിപ്പിച്ചിട്ടൊരു മാറ്റമില്ല, പിന്നെയും കരയാണ്. യുദ്ധത്തിന്റെ സഫ് മെല്ലെ അങ്ങ് നീങ്ങാൻ തുടങ്ങുമ്പോൾ കരച്ചിലിന് കടുപ്പം കൂടുകയാണ്. ഇത് കണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആർദ്രതയുള്ള കൽബിന് സങ്കടം വരികയാണ്. കരയുന്ന മോനെ ഉള്ളിലേക്ക് കൂട്ടണം, എന്നാ പിന്നെ വന്നോളൂ എന്ന് പറഞ്ഞ് കൂടെ കൂട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. ബദരീങ്ങളെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജും ഉംറയും കുടുംബസമേതം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. ശുഹദാക്കളെ ഖബറടക്കിയ ബദർ നടന്ന പ്രദേശമില്ലേ, അതിന്റെ പുറത്ത് 14 ശുഹദാക്കളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു പേര് ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു അബീ വഖാസ് തന്നെ. ഈ മോൻ ഷഹീദാ. അല്ലാഹ് സ്വർഗ്ഗത്തിൽ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവരെ തർബിയത്ത് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്.